ഹായ്, എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോണത് എല്ലാവരും ഇഡ്ഡലിക്ക് സാമ്പാർ, ചട്നി, ചമ്മന്തി, അങ്ങനെ ദോശപ്പൊടി, ഇഡ്ഡലിപ്പൊടി അങ്ങനെയൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുന്നുണ്ടാവുക. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ട് ഗണപതി ഹോമത്തിൻ്റെ പ്രസാദം ഉണ്ട് കേട്ടോ. അവിൽ, നാളികേരക്കൊത്ത് അങ്ങനെയുള്ളതുണ്ട്, പിന്നെ പായസമുണ്ട്. അപ്പോൾ അതും കൂടിയിട്ടാണ് ഞാൻ ഇഡ്ഡലി കഴിക്കാൻ പോണേ കേട്ടോ. അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. എന്നും ഇപ്പോൾ നമുക്ക് എല്ലാവരിലും ഒരു ചേഞ്ച് നല്ലതല്ലേ, അതുകൊണ്ട് ഞാനിത് ഇങ്ങനെയൊന്ന് കഴിക്കുന്നത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ചമ്മന്തി ഉണ്ട് കേട്ടോ ഇഡ്ഡലിക്ക്. പിന്നെ ഞാനിപ്പോൾ ചമ്മന്തി ഒന്നും എടുക്കാനില്ല, ഇന്ന് വെറൈറ്റി ആയിട്ടാണ് കഴിക്കാൻ പോകണം. ഇന്ന് ചമ്മന്തിക്ക് പകരം ഇഡ്ഡലി പായസം കൂടിയിട്ട് കഴിക്കാൻ പോകണം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഗണപതി ഹോമം കഴിച്ചതിൻ്റെ പ്രസാദമാണ് കേട്ടോ അത്. അപ്പോൾ അതിനൊരു ലേശം എടുത്ത് ഇന്നെല്ലാം മധുരത്തോട് കൂടിയിട്ടുള്ള ഇഡ്ഡലിയൊക്കെ കഴിക്കാൻ പോകണേ. അപ്പോൾ ഞാൻ കഴിക്കാൻ പോകണ്ട കേട്ടോ. ഒന്ന് പായസം കൂട്ടിയിട്ട് കഴിക്കാൻ പോകണം. ചമ്മന്തിയൊക്കെ അരച്ചിട്ടുണ്ട്, ഒരു വെറൈറ്റി. ഇഡ്ഡലി പായസം കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ നോക്കുക കേട്ടോ. സൂപ്പർ. എല്ലാവരും ഇഡ്ഡലിക്ക് ചട്നി, സാമ്പാർ, ചമ്മന്തി ഇതൊക്കെയല്ലേ കഴിക്കാൻ വേണേ. ഞാൻ ഇതിൻ്റെ കൂടെ ഇത് പായസം, അവിൽ, സൂപ്പർ ചായ, നിങ്ങളതുപോലെ കഴിച്ച് നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. വീട്ടിൽ പായസത്തിൻ്റെ ഒപ്പം ഇങ്ങനെ ഉടച്ച് കഴിക്കണം. നമ്മൾ ചട്നിയും സാമ്പാറൊക്കെ കൂടിയിട്ട് എങ്ങനെ കഴിക്കുക, അതുപോലെ നമ്മൾ പായസത്തിൻ്റെ കൂടെ വീട്ടിൽ കഴിക്കുക. പിന്നെ കുറച്ച് മലര്, ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമില്ലേ അത്.